2026 ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ UAE ഓർത്തു വെക്കേണ്ട ചില പ്രധാനപ്പെട്ട ചേഞ്ചുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഒന്ന്, സ്കൂളുകളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏപ്രിൽ 17 വരെ UAE സ്കൂളുകളിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ തുടരും എന്നാണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അത് നഴ്സറികൾക്കും കിൻഡർ ഗാർട്ടനുകൾക്കും എല്ലാ സ്വകാര്യ പബ്ലിക് സ്കൂളുകൾക്കും ഒക്കെ ബാധകമായിരിക്കും. സ്റ്റുഡൻസിന് മാത്രമായിരിക്കത്തില്ല, ടീച്ചേഴ്സിനും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സിനും കുട്ടികൾക്കും അടക്കം ഡിസ്റ്റൻസ് ലേണിംഗുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ബാധകമാണെന്നാണ് മിനിസ്ട്രി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഏപ്രിൽ 17 അവർ റിവ്യൂ ചെയ്യുക. ഏപ്രിൽ 17 അന്നത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ചായിരിക്കും ഡിസ്റ്റൻസ് ലേണിംഗ് തുടരണമോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിൽ ഇനി ഒരു ഫർദർ ചേഞ്ച് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം, UAE അടക്കം പശ്ചിമേഷ്യയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് റെസിഡൻസി വിസ നാട്ടിലൊക്കെ വെച്ചിട്ട് എക്സ്പയർഡ് ആയിട്ടുള്ളവർക്ക് തിരിച്ച് സേഫായിട്ട് മടങ്ങി വരാൻ ഒരു ഗ്രേസ് പീരീഡ് ICP നൽകിയിരുന്നല്ലോ, UAE അതോറിറ്റീസ് നൽകിയിരുന്നു. അപ്പൊ നാട്ടിൽ വെച്ചൊക്കെ നമ്മുടെ റെസിഡൻസ് വിസ എക്സ്പയർഡ് ആയി പോയിട്ടുണ്ടായിരുന്നു എങ്കിലും നിങ്ങൾക്ക് ആ വിസയിൽ തന്നെ UAE മടങ്ങി വരാനുള്ള ഒരു ഗ്രേസ് പീരീഡ് ഉണ്ടായിരുന്നു. ആ കാലാവധി ഇന്നലെ അവസാനിച്ചിട്ടുണ്ട്. 2026 മാർച്ച് 31 വരെയായിരുന്നു ആ ഒരു ഗ്രേസ് പീരീഡ്. അപ്പൊ ഇന്ന് മുതൽ, അതായത് ഏപ്രിൽ 1 മുതൽ നിങ്ങൾ മടങ്ങി വരുമ്പോൾ ആ പഴയ വിസയും കൊണ്ട് വരരുത്, പുതിയ എൻട്രി വിസ നിങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു മാറ്റം ഏപ്രിൽ മാസം മുതൽ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചേക്കുക. ദുബായ് മിറക്കിൾ ഗാർഡനിൽ 30 ദിർഹത്തിന് നിങ്ങൾക്ക് എൻട്രി ടിക്കറ്റ് കിട്ടും. അതപ്പോ ഈ ഒരു സീസണിൽ മൊത്തം ഉണ്ടാവും. ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ ഡിസ്കൗണ്ട് റേറ്റ് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ UAE റെസിഡന്റ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ എമിറേറ്റ്സ് ID കാണിച്ചു കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് 30 ദിർഹം, അതായത് ഇൻക്ലൂഡിങ് വാറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു എൻട്രി ടിക്കറ്റ് കിട്ടും. 12 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിട്ടും തുടരുമെന്നും ദുബായ് മിറക്കിൾ ഗാർഡനുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. UAE പുതുക്കിയ ഇന്ധന നിരക്കുകൾ ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. പെട്രോൾ ലിറ്ററിന് 80 ഫിൽസ് വീതവും അതുപോലെ തന്നെ ഡീസൽ ലിറ്ററിന് 1 ദിർഹം 97 ഫിൽസുമാണ് കൂട്ടിയിരിക്കുന്നത്. മാറിയൊരു സാഹചര്യം കണക്കിലെടുത്താണ്, ഇന്ധന വിലയിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് കണക്കിലെടുത്താണ് UAE വില കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ ബജറ്റിലൊക്കെ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഗണ്യമായ വർധനവാണ്. അത് ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. സോ ഈ ഏപ്രിൽ മാസത്തിൽ ഇതടക്കമുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് UAE വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക.